ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. നമുക്കിന്ന് നിങ്ങളുടെ എനർജി എടുക്കാം ആൻഡ് ഗൈഡൻസ് ആയിട്ട് ഞാൻ ഏഞ്ചൽ ആൻസേഴ്സ് ആണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ എന്താണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻ എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. സോറി, എനിക്ക് തീരെ കമൻസോ കാര്യങ്ങളോ നോക്കാൻ പറ്റുന്നില്ല. എല്ലാവർക്കും ഒന്ന് ഞാൻ ടൈം എടുത്തൊന്നും നന്ദി പറയട്ടെ. ഓക്കെ, എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഞാനിപ്പോൾ ക്ലാസ്സും സെൽഫ് ലവ് ബാച്ചും എല്ലാം കൂടിയായിട്ട് ഒരു ലേശം തിരക്കിലാണ്. അതുകൊണ്ടാണ് എനിക്ക് ഒട്ടും നോക്കാൻ പറ്റാത്തത്. അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വന്ന് നോക്കുന്നതാണ്, പക്ഷെ ഇപ്പോൾ തീരെ പറ്റുന്നില്ല. ഓക്കെ, ഐ എം സോറി. ഞാൻ ഒന്ന് ഫ്രീ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, എന്തായാലും നമുക്ക് ഇന്നത്തെ നിങ്ങളുടെ ദിവസം എങ്ങനെയിരിക്കും ആൻഡ് അതിൻ്റെ ഗൈഡൻസ് ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഡ്രീമർ, 9 of Pentacles, Queen of Cups, Wise Counselor, Knight of Earth. ഇവിടെ എനിക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഒരു ഡ്രീം. ആ ഡ്രീം ചിലപ്പോൾ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അതായത് നിങ്ങൾ സ്വന്തമായ ഒരു ബിസിനസ് അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യമായിരിക്കാം. അതിനെക്കുറിച്ച് ഇവിടെ നിങ്ങളുടെ മൈൻഡിൽ ഒരു സ്വപ്നമുണ്ട്, നിങ്ങളുടെ ഒരു ഡ്രീം ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം മേ ബി നിങ്ങൾ അതിനെക്കുറിച്ച് എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ആലോചന പോലെ എനിക്ക് കാണുന്നുണ്ട്. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണിത്. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് എന്താണെന്ന് വെച്ചാൽ ലേശം സ്ലോ മൂവിങ് ആണ്. ഓക്കെ, ഇത് ഇവിടെ മണി ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം പറയാം നമുക്ക്. ആൻഡ് ഇവിടെ നിങ്ങളുടെ ഒരു ലൈക്ക് ആക്ഷൻ്റെ കാര്യം. ഓക്കെ, ആക്ഷൻ ഒരു ലേശം സ്ലോ ആയിരിക്കും ഈ പേഴ്സൺ. ഓക്കെ, വളരെ സ്റ്റഡി ആയിരിക്കും. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നിങ്ങൾ അതിൽ എഫേർട്ട് ഇടാനും ആഗ്രഹിക്കുന്നുണ്ട്, ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെല്ലാം. പക്ഷേ നിങ്ങൾ മെല്ലെ മെല്ലെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു ധൈര്യം വരാതെ ആയിരിക്കാം. ഓക്കെ, ഇത് ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു ധൈര്യക്കുറവായിരിക്കാം. കാരണം നടക്കുമോ കാര്യങ്ങൾ എന്നുള്ളൊരു ചിന്തയുണ്ടാവും. ഓക്കെ, പക്ഷെ നിങ്ങളുടെ ഒരു സ്വപ്നമാണ്. ആ സ്വപ്നത്തിനെ നിങ്ങൾ ഫോളോ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് അതിന് നിങ്ങൾ ആക്ച്വലി ഇവിടെ അഡ്വൈസ് എടുക്കാൻ പറയുന്നുണ്ട്. ഇത് രണ്ടും എനിക്ക് നിങ്ങൾക്ക് ഒരു അഡ്വൈസും ഒരു ഫ്രണ്ട് എന്ന രീതിക്കൊക്കെയാണ് തോന്നുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി, നിങ്ങൾക്ക് ഗൈഡ് ചെയ്ത് തരാൻ ആരെങ്കിലും ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക കാര്യങ്ങൾ. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട ആഗ്രഹത്തിന് ആഗ്രഹം നിങ്ങൾക്ക് നടത്തിയെടുക്കാൻ വേണ്ടി അതിനെന്തൊക്കെ വേണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ ചിലപ്പോൾ ആരുടെങ്കിലും അഡ്വൈസ് എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവും എന്നും പറയാം. ഓക്കെ, നിങ്ങളെ നല്ലോണം സപ്പോർട്ട് ചെയ്ത് ചിലപ്പോൾ അമ്മ പാരൻസ് ഒക്കെ ആയിരിക്കും അത് കൂടുതലും. ഓക്കെ, പാരൻസ് അല്ലെങ്കിൽ വൈഫ് അങ്ങനത്തെ ആൾക്കാർ, അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് അങ്ങനെയുള്ളവരായിരിക്കാം. ഓക്കെ, അതായത് നിങ്ങളെ ശരിക്കും കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സും ആവാം. ഈവൻ നല്ല കെയറിങ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആരെങ്കിലും, വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ളവരാരെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ആക്ഷൻ എടുക്കാൻ നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടേ, ഞാൻ അതിൽ എത്രത്തോളം എഫേർട്ട് ഇടണം എന്ന രീതിക്ക് നിങ്ങൾക്കൊരു ചിന്ത, ഒരു ഡൗട്ട് ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ. ഓക്കെ, ആ ഡൗട്ട് കൊണ്ട് നിങ്ങളൊന്ന് ലേശം ആലോചിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതിന് വേണ്ട അഡ്വൈസ് എടുക്കാം. ഓക്കെ, അഡ്വൈസ് എടുക്കുക, ആരുടെങ്കിലുമൊക്കെ ഹെൽപ്പ് എടുക്കുക. ആ രീതിക്ക് നിങ്ങൾക്ക് സക്സസ് ആക്കാൻ പറ്റുമെന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഐ തിങ്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അതിൻ്റെ ഒരു മേ ബി ഇന്നിപ്പോൾ നിങ്ങൾ ഇതിൽ എത്തുമെന്നല്ല, പക്ഷെ ഐ തിങ്ക് നിങ്ങൾക്ക് ഇതിലെത്താൻ സാധിക്കും. ഈ 9 ഓഫ് പെൻറ്റിക്കിൾസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുക എന്ന രീതിക്കാണ്. അതായത് നിങ്ങൾക്ക് വേണ്ട എന്തെങ്കിലും പൈസ, നിങ്ങൾക്ക് വേണ്ട പണം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതായത് നിങ്ങൾക്ക് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങൾക്കൊരു ഏണിംഗ് വരും എന്ന രീതിക്ക് പറയാം. ലേഡീസ് ആണെങ്കിലും ശരി, ജെൻസ് ആണെങ്കിലും ശരി. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഏണിങ്ങിന് ഒരു വഴി നിങ്ങൾക്ക് തുറന്നു കിട്ടും. അതിനുവേണ്ടി നിങ്ങളുടെ ഡ്രീം തന്നെ ഫോളോ ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ആ ഡ്രീം ഫോളോ ചെയ്യാൻ ചിലപ്പോൾ നിങ്ങൾ മടിക്കുന്നുണ്ടാവും. ഓക്കെ, ഞാൻ ശരിയാവോ ചെയ്താലേ എന്നുള്ള ചിന്തകൾ ഉണ്ടാവാം. ബട്ട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവും എന്നുകൊണ്ട് നിങ്ങൾ കറക്റ്റ് അതിൻ്റെ കൗൺസിലിംഗ് ആരെങ്കിലും ഒരു ഗൈഡൻസ് നിങ്ങൾ എടുക്കാം. ഓക്കെ, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് ചോദിക്കുക, മനസ്സിലാക്കുക. അല്ലെങ്കിൽ അത് ചെയ്ത് ഓൾറെഡി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യം തന്നെ അതേപോലെ വേറെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവരുടെ അടുത്ത് നിന്ന് ഗൈഡൻസ് എടുക്കാം. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക കാര്യങ്ങൾ കൂടുതൽ. ആൻഡ് നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല എന്നാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളത് മടിച്ച് നിൽക്കേണ്ട കാര്യമില്ല. ഓക്കെ, അതിനുവേണ്ടി പക്ഷേ ഇന്നത്തെ ദിവസം I think നിങ്ങളോട് പറയുന്നത് ഗൈഡൻസ് എടുക്കാനാണ്, അഡ്വൈസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങളോട് ആക്ഷൻ എടുക്കാൻ തന്നെയാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് എവിടെയോ ഒരു വല്ലാത്തൊരു ടെൻഷൻ ഉണ്ട്, സ്ട്രെസ് ഉണ്ട്. ഓക്കെ, ഈ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾക്കൊരു സ്ട്രെസ്സൊക്കെ നടക്കുന്നുണ്ട്. ബട്ട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട് ധൈര്യത്തിൽ മുന്നോട്ട് പോകാനാണ്. ഓക്കെ, അത് നിങ്ങളുടെ ഡ്രീം ഫോളോ ചെയ്താൽ അത് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് എത്തിക്കും എന്നുകൂടിയാണ് കാണുന്നത് ഇവിടെ. ലെറ്റ്സ് സീ, നമ്മൾ ഏഞ്ചൽ ആൻസേഴ്സിനോട് നമുക്ക് ചോദിക്കാം എന്താണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന്. ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ and it's up to you. Yes,
കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി. നിങ്ങൾക്കുള്ള അഡ്വൈസ് യൂണിവേഴ്സ് തരുന്നുണ്ട് ഇവിടെ. ട്രസ്റ്റ് ചെയ്യാം. ഗുഡ്. A year from now. Wow. And in the near future. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഐ തിങ്ക് ഒരു ഏറ്റവും നിയറസ്റ്റ് ഫ്യൂച്ചറിൽ നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ആദ്യം നിങ്ങൾ കേൾക്കാം. ഓക്കെ, മറ്റുള്ളവരോട് അഡ്വൈസ് ചോദിക്കുന്നതൊക്കെ ശരി, പക്ഷെ എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു പ്രോപ്പർ നിങ്ങൾക്കൊരു യെസ് വരാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അതായത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരണം ആ ഒരു ആൻസർ, ദറ്റ് യെസ് എനിക്ക് ഇന്നതാണ് വേണ്ടത്, ഓക്കെ ഞാൻ ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരണം. അഡ്വൈസ് ഒക്കെ ചോദിക്കാം, നമ്മൾ പറയില്ലേ 10 ആളോട് ചോദിക്കാം നിങ്ങൾക്ക്, പക്ഷെ അവസാനം തീരുമാനം എടുക്കുമ്പോൾ അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു തീരുമാനമായിരിക്കണം. ഓക്കെ, എല്ലാവരെയും കേൾക്കുക, എല്ലാവരെയും കേൾക്കുക, മനസ്സിലാക്കുക, അതിൽ നിന്ന് വേണ്ട പോയിന്റ്സ് നിങ്ങൾ എടുക്കുക, വേണ്ടത് മാത്രം. ഓക്കെ, എല്ലാം നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഒപ്പീനിയൻ ഓരോ തരത്തിലായിരിക്കും. നിങ്ങൾക്ക് പറ്റിയത് പക്ഷെ നിങ്ങൾക്കേ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ തീരുമാനം എടുക്കുക. ആൻഡ് ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. നിങ്ങൾ യൂണിവേഴ്സിനോട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, ആൻഡ് ഇവിടെ ട്രസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട് ഈ സിറ്റുവേഷനെ. ഓക്കെ, ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് നല്ലത് തന്നെയാണ്. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു നമ്മുടെ ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, എന്നിട്ട് ഞാനത് പാഷൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റായി പോവോ എന്നുള്ളൊരു മനസ്സിലൊരു കൺഫ്യൂഷൻ. ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്ന ട്രസ്റ്റ് യു എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കിത് നടക്കും. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും മറ്റുള്ളവരോട് ചോദിക്കാം, പക്ഷെ നിങ്ങൾക്ക് വേണോ അത് നിങ്ങൾ ആദ്യം ആലോചിക്കും. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ആൻഡ് അതിനെ നിങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ, എക്സ്പ്രസ് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് തുറന്ന് പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ ഇയർ ഫ്രം നൗ ഐ തിങ്ക് ഈ ഒരു സക്സസ് എത്തുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ, അത് ഒരു നെക്സ്റ്റ് 1 ഇയറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആ ഗ്രോത്ത് നിങ്ങൾക്ക് കാണും. ഓക്കെ, ഏതൊരു കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് വരണമെന്ന് വരില്ല. ഓക്കെ, നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ റിസൾട്ട് പെട്ടെന്ന് വരില്ല. ഓക്കെ, ആൻഡ് ഇവിടെ സ്ലോ ഗ്രോത്ത് എന്ന രീതിക്ക് നമ്മളും ഐ തിങ്ക് ഇവിടെ ഫീൽ ചെയ്തു അല്ലേ. പക്ഷേ അത് നല്ലതായിരിക്കും. സ്റ്റഡി ആയിട്ട് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ഒരു 1 ഇയറിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രോപ്പർ റിസൾട്ട് നിങ്ങൾക്ക് കാണുമെന്നാണ്. സമയം കൊടുക്കണം അല്ലേ. നമുക്ക് എന്തൊരു കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അതിൻ്റെതായ ഒരു ഗ്രോത്തിനൊരു സമയം കൊടുക്കണ്ടേ. ഓക്കെ, അങ്ങനെ ചെയ്യും. പക്ഷേ എന്ന് വെച്ച് പേടിച്ച് നിങ്ങൾ ചെയ്യാതിരിക്കരുത്. നമുക്ക് ചെയ്യാൻ തുടങ്ങിയാലല്ലേ അതിൻ്റെ റിസൾട്ട് വരുള്ളൂ അല്ലേ. സോ യെസ്, നിങ്ങൾ വേണ്ട അഡ്വൈസ് എടുക്കുക, കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാം, അതെല്ലാം നിങ്ങൾക്ക് നല്ലത് വരും എന്നാണ്. വിത്തിൻ എ ഇയർ നിങ്ങൾക്കൊരു നല്ല റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇതൊരു കരിയർ അങ്ങനത്തെ കാര്യത്തിലാണ് എനിക്ക് തോന്നിയത്. കരിയർ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും പാഷൻ ഫോളോ ചെയ്യുന്ന കാര്യമൊക്കെ ആയിരിക്കാം. ഓക്കെ, അങ്ങനത്തെ ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഇന്ന് ഐ തിങ്ക് നിങ്ങളുടെ ഫോക്കസ് അതിലേക്കായിരിക്കും. അതിന് വേണ്ട അഡ്വൈസ് എടുത്ത് നിങ്ങൾ തയ്യാറാവുക. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.